പ്രവാസികളുടെ പ്രതീക്ഷകളുമായി എത്തിയ അക്കരെ ഇക്കരെ റൗണ്ടും താരങ്ങളുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ സമ്മാനിച്ച താരോത്സവം റൗണ്ടിലും ഇന്ന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. ഒരു 2 പെർഫോമൻസിന് ശേഷം ഏതായാലും ആ മധുരം കൂടെ നുകരുവാനായി ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എപ്പിസോഡിലേക്ക്. സോ വി വെൽക്കം യു ടു നോറ കുട്ടി 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 പട്ടുമാൽ പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ്. നാലാം ഘട്ടത്തിൽ അക്കരെ ഇക്കരെ റൗണ്ടിലും അതുപോലെ തന്നെ താരോത്സവം റൗണ്ടിലും പ്രവാസികൾക്കായി ഒരുപിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച നമ്മുടെ ജഡ്ജസിനെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നു രഹനത്ത, ഫിറോസിക്ക, സജ്ല. ഏതായാലും നിങ്ങൾ പ്രവാസികൾക്ക് നമ്മുടെ കുട്ടി പട്ടുമാലിലെ ഓർക്കസ്ട്രയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ 25 ദിവസവും അവർ അവിടെ തന്നെയാണ് അല്ലെ, നിങ്ങളുടെ അടുത്താണ്. സ്വാഗതം ചെയ്യുന്നു the entire orchestra members. ഇന്നത്തെ കുട്ടി പട്ടുമാലിന്റെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു കളർഫുൾ അല്ലെങ്കിൽ ഒരു സർപ്രൈസിംഗ് പെർഫോമൻസ് കാണാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടി പട്ടുമാലിലെ കുട്ടികൾ കോമ്പറ്റീഷൻസ് റൗണ്ട്സ് മാത്രമല്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് തരാറുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ബാൻഡുകൾ അവർ ഡേ ബൈ ഡേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഐഷ ബാൻഡ് ഉണ്ട്, പഞ്ചവർണ്ണ ബാൻഡ് ഉണ്ട്, മെഹ്റൂബ ബാൻഡ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ കോമ്പറ്റീഷൻസിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പഞ്ചവർണ്ണ ബാൻഡിനെ ഒന്ന് ക്ഷണിച്ചാലോ? ഒരു തകർപ്പൻ പെർഫോമൻസ് നമുക്കായി സമ്മാനിക്കാൻ. എന്നടാ നല്ല പൊറോട്ടയും ചിക്കൻ കറി, നിന്റെ ചള്ള വയറ് നിറച്ചും തിന്ന്. ഇത് രാവിലെ തന്നെ എവിടെ നിന്ന് കിട്ടിയടേ? എടാ സിംഗപ്പൂരിൽ നിന്നൊരു തമ്പുരാട്ടിക്കുട്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവളുടെ കണ്ണ് കാണണം, നല്ല മുന്തിരിങ്ങാവൂല്. പിന്നെ മൂക്കിൻ്റെ കാര്യം പറയേ വേണ്ട. അതൊന്തുവാടേ, മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്നെ പോലെ നത്ത് മൂക്കല്ല. തമ്പുരാട്ടി കുട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെടുത്തരാമോ? ഒരു ഫോട്ടോ എടുക്കാനാ. അയ്യോ, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരുന്നു മാത്രമല്ല പരിചയപ്പെടുത്തി തരേയില്ല. ഇതാടേ ആ തമ്പുരാട്ടി കുട്ടിയിലാ വരുന്നേ. നീ പറഞ്ഞ തമ്പുരാട്ടി കുട്ടി? അതെടാ അതെ. ഞാനൊന്ന് പോയി പരിചയപ്പെടട്ടെ. ഹലോ മാഡം, നൈസ് ടു മീറ്റ് യു. വെൽക്കം ടു ഊട്ടി. എന്റെ ദേഹത്ത് തൊടരുത് കൊരങ്ങൻ. ഇതെന്തുവാടേ തമ്പുരാട്ടിക്കുട്ടി കോവിലൊക്കെ എന്ന് പറഞ്ഞിട്ട്? മാഡം എന്തു പറ്റി മാഡം? ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. ഞാൻ അവരോട് റൂം ചോദിച്ചിട്ട് തന്നില്ല. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ചെടിച്ചട്ടി എടുത്ത് തറയിലിട്ട് പൊട്ടിച്ചു. പിന്നെ ഞാൻ അവൻ്റെ അപ്പൂപ്പനെയും മാമൂമ്മേനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അങ്കമാലിയിലെ എൻ്റെ അമ്മാവൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് ഒരു റൂം തന്നില്ലല്ലോ. ഇത്രയേ ഞാൻ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അങ്കമാലിയിലെ അമ്മാവൻ ആരാണെന്നാ പറഞ്ഞേ? പ്രധാനമന്ത്രി. വട്ടാണല്ലേ. പൊട്ടി
പൊയിച്ച കോയിന്റെ മണം. ബജ്ജി വാങ്ങിച്ചു തരാം. ഇഡ്ഡലി വേണോടാ? പോവല്ലടാ. അങ്ങനെ പഞ്ചവർണ്ണ ബാൻഡിന്റെ ഒരു തകർപ്പൻ പെർഫോമൻസ് നമ്മൾ കണ്ടല്ലേ. നമ്മുടെ കുട്ടികളെല്ലാം നമ്മളെ ഡേ ബൈ ഡേ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ കൊണ്ട് പാടാൻ മാത്രമല്ല ഇങ്ങനെ അടിപൊളിയായിട്ട് അഭിനയിക്കാനും അറിയാം. കാണിച്ചു തന്നിരിക്കുകയാണ്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച്, പാട്ടിനെ പറ്റിയും അഭിനയത്തെ പറ്റിയും, പിന്നെ ജ്യോതിയും വന്നില്ല, പിന്നെ ആരും വന്നില്ല, തീയും വന്നില്ല, കണ്ടോ? അപ്പൊ എന്തൊക്കെ വന്നു, ജഡ്ജസിന് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്ക് ചോദിക്കാം. രഹനത്ത, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പെർഫോമൻസ്? എന്തായിരുന്നു, എനിക്ക് ആ ഫീലിംഗ് കണ്ട പോലെ തന്നെയാ തോന്നിയ. എനിക്കറിയില്ല കേട്ടോ ഇവരൊക്കെ ഇനി എന്തായി തീരുവാവോ ഈ ഒരു എപ്പിസോഡൊക്കെ വരുമ്പോഴേക്കും. അത്രയ്ക്ക് തകർപ്പനായിരുന്നു, തകർത്ത് കളഞ്ഞു കേട്ടോ. ഓരോരുത്തരും ലക്ഷ്മിക്കുട്ടി എന്താ പൊരിച്ച കോയിൻ്റെ മണം അല്ലേ. എന്ത് രസമായിരുന്നു, ശരിക്കൊരു ഫീലിംഗ്. ആ ഫീലിംഗ് ഒന്നും കൂടെ കണ്ടപ്പോലെ കേട്ടോ എനിക്കൊക്കെ തോന്നിയല്ലേ ഫിറോസ്ക അല്ലേ, സജില അല്ലേ, അത്രയും നന്നായിരുന്നു കേട്ടോ. അപ്പം ടീം അല്ലേ ഒന്നും കൂടി ഉഗ്രനായി. ഇനിയിപ്പം മറ്റേ ടീം എന്തുകൊണ്ടാണ് അടുത്തത് വരിക എന്നുള്ളത് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ താരങ്ങളുടെ ഒരു തകർപ്പൻ സദ്യ തന്നെയായിരുന്നു നമ്മുടെ പഞ്ചവർണ്ണ ബാൻഡ് നമുക്കായിട്ട് ഒരുക്കിയത്. അപ്പോൾ ഇന്നത്തെ കോമ്പറ്റീഷൻ റൗണ്ടിൽ ആദ്യമായിട്ട് താരോത്സവം റൗണ്ട് തന്നെയാവാം അല്ലേ. താരോത്സവം റൗണ്ടിൽ ഒരു സൂപ്പർ താരവുമായി നമുക്ക് മുന്നിലെത്തുന്നു വിശാൽ. വിശാൽ ചേച്ചി, ഇന്ന് താരോത്സവം റൗണ്ടിലാണ്. ഒരു വലിയ ആളായിട്ടാണല്ലോ വന്നിട്ടുള്ളത്, മുണ്ടൊക്കെ കൊടുത്ത് വൈറ്റ് ആൻഡ് വൈറ്റിലൊക്കെ. അപ്പോൾ രണ്ടും കൽപ്പിച്ച് തകർക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏത് സ്റ്റാറാണ് നമുക്ക് അറിയില്ലല്ലോ, നോക്കാം നമുക്ക് ആരാണെന്നുള്ളത് നോക്കാം. കറുത്തമ്മ, എന്നോട് ഇഷ്ടമാണ്. എന്നോട് മാത്രം. അതെ. എഴുതിയ മിഴികളെ പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തേ പൂക്കളെ സുറുമയെഴുതിയ മിഴികളെ. മലയാളികൾക്ക് ഒരുപാട് മനോഹരമായ കഥാപാത്രങ്ങൾ സമ്മാനിച്ച അനശ്വരമായ നടൻ ശ്രീ മധു. അപ്പോൾ മിഷാൽ, മധു സാറിനെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും, അതായത് നമ്മുടെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പണ്ടത്തെ ഒരു നടനാണ് സാർ. ഇന്നുകൊണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ സീരിയലിലാവട്ടെ. സോ എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യാൻ കാരണം? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്. ഇപ്പോഴും നന്നായി എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലും ആക്റ്റീവായി നടക്കുന്ന നടനാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ആളെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഓക്കെ പാട്ടിന് ശേഷമാവാം അല്ലേ. ഏത് പാട്ടാണ് പാടുന്നത്? ഞാൻ കുട്ടിക്കുപ്പായം എന്ന ഫിലിമിലെ പൊൻവളയില്ലെങ്കിലും എന്ന. ഓക്കെ, നല്ല പാട്ടാണ്, എല്ലാവരും പാടി കേട്ടിട്ടുള്ള പാട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജഡ്ജസിന് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നവരെ പെട്ടെന്ന് മനസ്സിലാവും. സോ നല്ലപോലെ പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. തേങ്കനിയില്ലെങ്കിലും പൂമരത്തുമ്പിക്ക് പൂങ്കുലയെന്നും പൂങ്കുല താൻ. തേങ്കനിയില്ലെങ്കിലും പൂമരത്തുമ്പിക്ക് പൂങ്കുലയെന്നും പൂങ്കുല താൻ. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. അല്ലാഹുവേ
വെച്ചതാമല്ലൊന്നില്ലയിൽ അല്ലാഹുവേ തന്നെ മറക്കില്ലേ നമ്മൾ അല്ലാഹുവേ തന്നെ മറക്കില്ലേ എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ എല്ലാവർക്കും എപ്പോഴും എല്ലാം തികഞ്ഞാൽ സ്വർലോകത്തിനെ വെറുക്കില്ലേ നമ്മൾ സ്വർലോകത്തിനെ വെറുക്കില്ലേ പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. സുബൈദ, സിദ്ദീഖ. താരോത്സവം റൗണ്ടിലെ നമ്മുടെ മിഷാലിൻ്റെ പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ആൻഡ് കൂടെ ഉണ്ടായിരുന്ന താത്ത വളരെയധികം സുന്ദരിയായിരുന്നു. ആൻഡ് ആ ലാസ്റ്റത്തെ ആ ഒരു ഹഗ് ഉണ്ടല്ലോ, വേണ്ട ഞാൻ ചെയ്താലല്ലോ, അത് ഇവർ തമ്മിൽ ചെയ്താലേ ശരിയാവുക. കാണണോ ഒന്നും കൂടെ? ഞാൻ മറുത്തരാം. പൊന്നിൻ കുടം. സുബൈദ, സിദ്ദീഖ. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടല്ലേ സിദ്ദിഖ? ധന്യനായില്ലേ താങ്കൾ? ധന്യനായില്ലേ? ഇല്ല. ഓക്കെ, എനിക്കിനി ഒരാഗ്രഹം കൂടെ ഉണ്ട്. ഈ തത്തയുടെ തട്ടൊന്നും ഒരു കാണുന്നുണ്ട്. ഈ ഇത്താത്തയുടെ തട്ടൊന്നും ഒരു കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? ഇവനൊക്കെ ഉണ്ടോ? ഇത്ത പ്ലീസ് സ്ലൈഡ് ചേച്ചി അയച്ചു തരാം. നോക്കാല്ലേ നമുക്ക് ഈ ഇത്തയുടെ ആ ഒരു സൗന്ദര്യം, ആ മുട്ടോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ മുടിയൊക്കെ ഒന്ന് കാണണ്ടേ? സാധിക്കാം. സിദ്ദിഖൊന്ന് ഹെൽപ്പ് ചെയ്യൂ. പറഞ്ഞാലേ അതിൻ്റെ ഇടയിൽ എന്താ? ഞാൻ കാണിച്ചു കൊടുത്തോളാം. എനിക്ക് വേണ്ട. ദൈവമേ, നമ്മുടെ ഈ ഇത്താത്തേനെ ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ന്യൂ ജനറേഷനാ, മോഡേണാ, എപ്പോഴും ക്ലബിലൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ഫാഷൻ ആണല്ലോ, അതാണ്. ഓക്കെ, എന്തായാലും നമ്മുടെ മിഷാലിൻ്റെ വളരെ മനോഹരമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇവിടെ നമ്മുടെ ഇത്താത്ത പ്രശ്നമാക്കി തുടങ്ങിയ സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഫിറോസിക്ക. മിഷാലേ, കിടുക്കി കളഞ്ഞടാ. അസാധ്യമായി പാടി കേട്ടോ, ഗംഭീരമായി പാടി, മനോഹരമായിട്ട് പാടി. ഒരു സ്ഥലം ഞങ്ങളെ 3 പേരെയും കിടുക്കി കളഞ്ഞത്. അള്ളാഹു വെച്ചതാണല്ലോ നിലയിൽ അള്ളാഹുവെ തന്നെ മറക്കില്ലെന്ന് രണ്ടാമതൊരു സംഗതി പാടിയില്ലേ, അത് പിന്നെ ഉദയഭാനു സാറ് പോലും അത്ര പാടിയിട്ടുണ്ടോയെന്ന് സംശയമാണ്. അത്ര മനോഹരമായിട്ട് പോകും പാടി, അത്ര സംഗതിയായിട്ട് പാടി, കിടുക്കി കളഞ്ഞ സംഗതി. ബീവി സാരി നിൽക്കുന്നുണ്ടോ? കുറച്ച് നേരം ഞങ്ങളിതൊന്ന് പറഞ്ഞത് തീരുന്ന നേരം. അല്ല കുഴപ്പമില്ല, റേറ്റിംഗ് കൂടിക്കോളൂ, ഊരിപ്പോയാലും കുഴപ്പമില്ലടോ. വിശാലേ, മധുസാറിൻ്റെ വേറെ ഏതെങ്കിലും സീനറിയോ? ചെമ്മീൻ കണ്ടിട്ടുണ്ടോ? എനിക്ക് ചെമ്മീനിലൊരു പാട്ട് ആലോചിക്കുമ്പോൾ മിഷാലിന് വേണ്ടി ഒരു പാട്ട് പാടാൻ തോന്നുന്നു. പൊന്ന് മിഷാലേ വരൂ, മധുരം നുള്ളി തരൂ, കുട്ടി പട്ടുറുമാലിൻ വേദിയിൽ നീ തേടുവതാരെ ആരെ തേടി അളവെടുക്കും. താങ്ക് യു ഫിറോസിക്ക. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് വിശാലിന് ഇത്രയും ഫുൾ പോസിറ്റീവ് കമന്റ്സ് കിട്ടുന്നത് അല്ലേ? ചോദിക്കാൻ വേണ്ടി രഹനത്തെ അടുത്ത്. രഹനത്ത,
മിഷാൽ എന്താ അവിടെ പറഞ്ഞോണ്ടിരിക്കണേ? എന്തോ ഡയലോഗാണോ? എന്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ടായിരുന്നോ? ഡയലോഗാണെന്ന് എനിക്ക് തോന്നുന്നു ലക്ഷ്മി. എന്തോ പറയണം തോന്നുന്നുണ്ടോ? ഇല്ല, പറഞ്ഞോളൂ. ഒറ്റയ്ക്ക് ഇങ്ങനെ പറയാ. ഒറ്റയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്, പറഞ്ഞോളൂ. പറ. എനിക്ക് തോന്നണം അതാ എന്തോ ഒരു ഡയലോഗ് പറയാനുണ്ട്. പറ വേഗം പറ. കഴുത്തമ്മേ, നീ ഇപ്പം എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ കയ്യിൽ ചുള്ളിൽ പാട്ടും പാടി നടക്കും. ഇത് കടാപ്പുറം മാതാവാണ് സത്യം. അല്ല, ഒരാള് പോരെ, ഞാനും വരണോ? നന്നായിട്ട് പാടി കേട്ടോ. കാരണം നല്ലൊരു കയ്യടി മിഷാലിന് കൊടുക്കണം. കാരണം മിഷാല് കഴിഞ്ഞ ആ പാട്ടും നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ റിസൾട്ട് കണ്ടു അല്ലേ? അതേപോലെ തന്നെ കേട്ടോ ഈ പാട്ടും നല്ല സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഒരുപാട് മാറിപ്പോയി. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ. ഇതുപോലെ തന്നെ കേട്ടോ മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു റഹ്മത്ത. വേഗം ജഡ്ജ്മെന്റിലേക്ക് പോവാം. സാരി ഇപ്പം വീഴും. സച്ചില, നമ്മളുടെ മലയാളത്തിൻ്റെ അഭിമാനമായ മധു സാറിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് മിഷാൽ സെലക്ട് ചെയ്തത്. മധു സാറിനെ കുറിച്ച്, മധു സാറിൻ്റെ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരേ ഒരു ചിത്രമേ ഉള്ളൂ. ഏതാണ്? ചെമ്മീൻ. സാറിന് വേണ്ടിയിട്ട് എന്തായാലും ഈ പാട്ട് നമ്മൾ സമർപ്പിച്ചിരിക്കുന്നു. മിഷാലിൻ്റെ പെർഫോമൻസ് എന്താ പറയുക, ഓരോ റൗണ്ട് കഴിയും തോറും മിഷാൽ എക്സ്ട്രാ ഓർഡിനറി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായിരുന്നു സിംഗിങ്, സൂപ്പർ മിഷാൽ. എടുത്ത് പറയുകയാണെങ്കിൽ കുറേ പോർഷൻസ് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അനുപല്ലവിയാണ്. മൊത്തത്തിൽ ഭയങ്കര സൂപ്പർബായിരുന്നു. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, അത്രക്കും പെർഫെക്ഷനായിരുന്നു ഓരോ പ്ലാൻസിനും. ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഫസ്റ്റ് ഓർമ്മ ഉണ്ട്, എൻ്റെ ഫേവറേറ്റാണ് മാലിക്. അപ്പോൾ കൂടി കേട്ടോ, നന്നായിരുന്നു. രണ്ടാളും അടിച്ചു പൊളിച്ചു. ഇവിടുത്തെ ഓഡിയൻസ് മിഷാലിൻ്റെ പാട്ട് പാടുമ്പോൾ എല്ലാവരുടെയും മുഖം ശ്രദ്ധിച്ചിരുന്നോ? അതിലിങ്ങനെ ലയിച്ചിരുന്നിട്ട് ഉണ്ടായിരുന്നത്. ലാസ്റ്റൊക്കെ നിങ്ങളുടെ പെർഫോമൻസിന് എന്ത് കയ്യടിയായിരുന്നു ആ ഡയലോഗ്സിനൊക്കെ. അതാണ് പ്രേക്ഷകർ അത് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഓൾ ദ ബെസ്റ്റ് രണ്ടാൾക്കും. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. ഇനി നമുക്ക് മാർക്സിലേക്ക് പോവാം. റഹ്നത്ത 40ൽ 39. 39 out of 40. ഫിറോസിക്ക. മിഷാലേ, ടോട്ടൽ എത്രയാ മാർക്കിൻ്റെ? ഞങ്ങളുടെ ടോട്ടൽ എത്രയാ? എൻ്റെ ടോട്ടൽ എത്രയിലാടാ ഞാൻ മാർക്ക് തരുന്നത്? 40. ഒന്ന് കുറച്ചോ? 13. 39 out of 40. സജ്ല out of 20. 18 മിഷാലിനും മാലിക്കിൻ്റെ വലിയൊരു സപ്പോർട്ടിന് +1 19. താങ്ക് യു. 19 out of 20. അങ്ങനെ നിഷാൽ ടോട്ടൽ സ്കോർ 97 out of 100. താങ്ക് യു. അതിൽ ഒരു 2 മാർക്ക് നമുക്ക് ഇവിടേക്ക് കൊടുക്കാം അല്ലേ? ഇത്ര നേരം കഷ്ടപ്പെട്ട് നിന്നല്ലേ. താങ്ക് യു സോ മച്ച്. കാണാം. താങ്ക് യു, കൺഗ്രാറ്റ്സ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുവരെ കണ്ടതിലും വെച്ച് ഏറ്റവും മധുരമൂറുന്ന പെർഫോമൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നുള്ളത്. അതിലെ ഒരു മധുരം നമ്മൾ നുണഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത മധുരമേറിയ പെർഫോമൻസ് ആണ്. സ്വാഗതം ചെയ്യാം പുണ്യ ഇൻ അക്കരെ ഇക്കരെ. പുണ്യ, എന്താ? ഒരു വെള്ളരിപ്രാവിനെ പോലെ ഉണ്ട് കേട്ടോ. താങ്ക് യു. 2 ചിറക് വെക്കുകയാണെങ്കിൽ ആദ്യം എങ്ങോട്ടായിരിക്കും പറന്നു പോവാ? എവിടേക്കായിരിക്കും? ഏത് രാജ്യത്തേക്കായിരിക്കും? ഏത് ഗൾഫ് കൺട്രിയിലേക്കായിരിക്കും? അല്ല, ഏത് ഗൾഫ് കൺട്രി ആയിരിക്കും? സൗദിയിലേക്കാണ് പോവുക. അവിടെ ആരാ ഉള്ളേ? പ്രത്യേകിച്ച് ആരുമില്ല, വെറുതെ സൗദിയിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഫ്രീ ആയിട്ട് 2 ചിറക് കിട്ടിയതല്ലേ. ഓക്കെ, അപ്പോൾ ഏത് പാട്ടാ പാടാൻ പോണേ മോളും? എഴുതിടാം ഞാൻ. ഓക്കെ, നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായി പാടും കേട്ടോ. എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കും ഓതി, എൻ്റെ പൊന്നുമ്മനെ കാണാനുള്ള പൂതി. എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കും ഓതി, എൻ്റെ പൊന്നുമ്മനെ കാണാനുള്ള പൂതി. കരയുമിൻ്റർനെറ്റിൽ
അസ്സലാമു അലൈക്കുമോദി എൻ്റെ പൊന്നുമ്മാനെ കാണാനുള്ള പൂതി കരയും ഇന്റർനെറ്റിലൂടെ കാശയക്കും കൂടെ കൂടെ എല്ലാരിൽ സ്നേഹമേകാൻ നിങ്ങളും ഇവിടെ ഞാൻ ഇന്നേകയാണെന്നില്ലേ ഓർമ്മ എഴുതിടാം ഞാൻ അസ്സലാമു അലൈക്കുമോദി എൻ്റെ പൊന്നുമ്മാനെ കാണാനുള്ള പൂതി. പുണ്യയുടെ പാട്ട് കേട്ട് നിങ്ങൾ എല്ലാവരും ഇപ്പം ലയിച്ചിരിക്കുമായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പ്രവാസികൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ അക്കരെ ഇക്കരെ റൗണ്ടിലെ ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇത്. അത് പറഞ്ഞപ്പോൾ എല്ലാവരുടെ ഫേസ് ചേഞ്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാനുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, ഈ സോങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും അല്ലേ? പുണ്യ എന്തോന്നി? വലിയൊരു ശാപായി. വലിയൊരു ഷാബായിന്നോ? ഇത്തവണ ഗോൾഡ് ആണെങ്കിലോ അറിയില്ല, ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസിക്ക, നമ്മുടെ അക്കരക്കര റൗണ്ടില് പുണ്യയുടെ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കത്ത് വായിക്കാം അല്ലേ? പ്രവാസികളോടായിട്ട് പറയുന്നു, ലക്ഷ്മി നിങ്ങളെ അറിയിച്ച പോലെ പ്രവാസ റൗണ്ടിലെ വിഷമമായിരിക്കും നിങ്ങൾക്ക്. സാധാരണ ഒരു റൗണ്ട് കഴിഞ്ഞ് അടുത്ത റൗണ്ടിലേക്ക് കടക്കുക എന്ന് പറയുമ്പോൾ ഇനിയൊരു പുതിയ റൗണ്ട് കേൾക്കാമല്ലോ എന്നൊരു സന്തോഷമായിരിക്കും ചിലപ്പോൾ. നിങ്ങളാണ് ഞങ്ങളെ നല്ലൊരു പരിധിവരെ നിർത്തുന്നത്, മാപ്പിളപ്പാട്ടുകളെയും കുട്ടിപ്പട്ടുറുമാലിനെയും. എന്നാലും ഈ റൗണ്ട് തീരുന്നല്ലോ എന്ന വിഷമമായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടാവുക. എന്നാലും പറയുന്നു, പല കത്തുകളും തിരഞ്ഞപ്പോൾ ഒരുപാട് വിഷമങ്ങളും മനോവേദനകളും അതുതന്നെയാണ് പ്രവാസികളിൽ നിന്ന് അധികവും കാണാൻ കഴിയുന്നത്. ആ പ്രയാസം തന്നെയാണ് പ്രവാസം എന്ന് നമുക്കൊക്കെ അറിയാം. എന്നാലും ഗൾഫുകാരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ആ ജീവിതത്തിലുണ്ടല്ലോ. അങ്ങനെ ചെറിയ ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്ന രീതിയിലുള്ള ഒരു കത്താണ് നമ്മളിനി വായിക്കുന്നത്. ഞാൻ റഹ്മാൻ, കൂടെ എൻ്റെ സുഹൃത്തുമുണ്ട് സലീം വടക്കൻ. സൗദിയിലെ റിയാദിലാണ് രണ്ടുപേരും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗ്രാജുവേഷൻ പഠനത്തിന് ശേഷം സൗദിയിൽ ജോലി കിട്ടി. രണ്ടുപേരും അരീക്കോടും വേങ്ങരയിലുമായി വീട് വെച്ചു. എനിക്ക് പലപ്പോഴും 2 മാസത്തിലൊരിക്കൽ നാട്ടിൽ വന്ന് പോകാൻ കഴിയാറുണ്ട്. കൊടും തണുപ്പും കൊടും ചൂടും ഈ നാട്ടിൽ തുടങ്ങുമ്പോഴാണ് പലപ്പോഴും എന്തോ ഒരു വിഷമം അനുഭവപ്പെടുന്നത്. പിന്നെ രോഗങ്ങൾ ഈ നാട്ടിൽ വെച്ച് ആർക്കും വരരുതേ എന്ന് എല്ലാ ഗൾഫുകാരുടെ കുടുംബങ്ങളും മനമുരുകി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് താങ്ങാനാളില്ലാത്ത വേദന അറിയുന്നത്. എല്ലാവർക്കും ജോലിക്ക് പോകണ്ടേ? കുട്ടിപ്പട്ടുറുമാൽ വിടാതെ കാണാറുണ്ട്. പടച്ചവൻ്റെ അത്ഭുത സൃഷ്ടികൾ തന്നെയാണ് ഈ മക്കൾ. ഏതായാലും ഞങ്ങൾ സന്തുഷ്ടരാണ്. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഞങ്ങളുടെ കുടുംബങ്ങളൊന്ന് കരക്കെടുത്തു. നമ്മുടെ നാട് ഗൾഫ് കൊണ്ട് ഉയരങ്ങളിലെത്തി. സൗദിയിലെ റിയാദിൽ നിന്നും റഹ്മാൻ അരീക്കോടും സലീം വടക്കനും. പുണ്യ, എന്താ എന്തു പറ്റി? കഴിഞ്ഞ പാട്ടിൽ പുണ്യക്ക് വെള്ളിയൊരു ഏതോ ഒരു സിനിമയിലൊരു നടി പറഞ്ഞ ഡയലോഗാണ്. ഉറപ്പാണ് എനിക്ക് ഈ വെള്ളി എനിക്കൊരു ശാപമായി എന്നാണ് പറഞ്ഞത്. അല്ല മോളെ, ആ വെള്ളിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ പാടിക്കളഞ്ഞു കേട്ടോ. അതിനൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിൽ പാടി. പക്ഷെ ആ വെള്ളി സത്യത്തിൽ ഒന്ന് കിടുങ്ങിപ്പോയി. ഞങ്ങളൊരു സാധാരണ വെള്ളിയൊന്നുമല്ല, 24 കാരറ്റ് വെള്ളിയാണ് അടിച്ചത്. 18 അല്ല, 22 അല്ല, 24 കാരറ്റ്. പക്ഷെ മോൾ അസാധ്യമായിട്ട് പാടി. അത് മോളുടെ ഒരു ടച്ച് എന്ന് പറയുന്നത്, നമ്മുടെ ഇവിടെ കുട്ടിപ്പട്ടുറുമാലിൽ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ രീതികളുണ്ട്. മോളുടെ ഒരു ടച്ച് എന്ന് പറയുന്നത് ഒരു ഹിന്ദുസ്ഥാനി പാടുന്ന ശൈലിയുണ്ടല്ലോ, ഒരു ഗസൽസൊക്കെ പാടുന്ന ശൈലിയിലാണ് മോൾ പ്ലാനുകൾ പാടുന്നത്. അത് ഞങ്ങളെ വളരെയധികം ടച്ച് ചെയ്യുന്നു സത്യമായിട്ട്. അപ്പോൾ പ്രവാസികളെ പിരിയുന്നൊരു വേദനയാണ് ഇപ്പം മോൾ ഈ അവസാനത്തെ പാട്ട് പാടുമ്പോൾ നമുക്കൊക്കെ ഉള്ളതല്ലേ. മോൾക്കും ലക്ഷ്മിക്കും ഞങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ ഉള്ളത് അല്ലേ. എന്നാലും ഇതൊരു സമർപ്പണം തന്നെയായിരുന്നു എന്ന് മോൾക്ക് തോന്നുന്നില്ലേ? ഗംഭീരമായി പാടി കേട്ടോ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിറോസിക്ക. പുണ്യ, ഇപ്പം വിഷമം മാറിയില്ലേ? പുണ്യ നേരത്തെ ഇവിടെ വന്നിട്ട് പറയായിരുന്നു, കണ്ണീരിനോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞാണ്, പക്ഷെ വന്നു പോയി എന്നുള്ളത്. ഇപ്പം മാറിയില്ലേ വിഷമമൊക്കെ? മാറി. ഇനി നമുക്ക് ചോദിക്കാം സജ്ല എടുത്ത്. സജ്ല. പുണ്യ, എന്തൊരു സിംഗാ മോളെ, എക്സലൻറ്റ്.
ഞാനിവിടെ എഴുതി വെച്ചിരിക്കുക ഇതിലും കൂടുതൽ പുണ്യക്കിനി പാടാൻ പറ്റില്ല എന്ന്. അത്രയൊക്കെ നന്നായിട്ട് മോളെ പാടിയത്. ആ വെള്ളി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ മോള് നന്നായി പാടുമ്പോൾ ആ ഒരു വെള്ളി ശരിക്കും ഒരു ശാപമായിട്ട് തന്നെ വന്നു എന്ന് തന്നെ പറയാം. പക്ഷെ മോളെ ഫിറോസ്ക പറഞ്ഞില്ലേ ആ വെള്ളി കുറച്ച് ഭയങ്കര ആയിപ്പോയി എന്ന് പറഞ്ഞു. മോളെന്നെ തലയിൽ വെച്ച് പോയില്ലേ ആ വെള്ളി വന്നപ്പോൾ. പക്ഷേ അതിലും എത്രയോ മുകളിലായിരുന്നു മോള് പാടി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്തായാലും നന്നായിരുന്നു മോളെ. ഇതുപോലെ തന്നെ മുന്നോട്ട് പാടുക ഇനിയും. താങ്ക് യു സജ്ല. നന്നായിട്ട് പാടിട്ടോ മോളെ. ഇത് എനിക്ക് തോന്നുന്നു അല്ലേ ഷെരീഫ് പാടിയ അറബ് പറയണ നാട്ടിലാണെനിക്ക് ജോലി, ആ പാട്ടിൻ്റെ അല്ലേ ബാപ്പു അവാർഡ് അല്ലേ ബാപ്പുക്ക് എഴുതിയ വരികളാണിത്. പിന്നെ മോളുടെ ആ വോയിസിലുണ്ടായിരുന്ന ഒരു ഫീലും ഇപ്പോൾ പറഞ്ഞ മാതിരി ആ ഒരു സ്റ്റൈൽ ഓഫ് അങ്ങനെ ഒരു സിംഗിങ് തന്നെയാണ് എനിക്കും തോന്നിയത്. അപ്പോൾ അതും കൂടി ആയപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വരുമായിരുന്നു. വന്ന് അത് മോള് പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊരു എന്താ നമ്മൾ സാധാരണ പറയും ചേഞ്ചിലൊരു സൂക്ഷിക്കുക, അതൊന്നും അങ്ങനെ വന്നൊന്നും അല്ല. ഇത് ആരും അറിയാണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നു പോയി. മറ്റേ പാട്ടിൽ മോള് വന്നതിനേക്കാളും കുറച്ചൊരു സ്ട്രോങ് ആയി. അതാണ് മോളും തന്നെ ഇനി എന്താ ഞാൻ അങ്ങനെ അങ്ങോട്ട് വെച്ച് പോയതാ കൈ. അപ്പോൾ മോൾ എന്താ ചെയ്യണ്ടേ ഇനിയിപ്പോൾ പോയിട്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചോളൂ. പക്ഷെ എനിക്ക് ആ ഫീൽ ഒരുപാട് സ്ഥലത്തൊക്കെ എന്താ അപാരമായിട്ടാണ് പാടിയിരിക്കുന്നറിയോ. എനിക്ക് വന്നിട്ട് സത്യം പറഞ്ഞ ആ സ്ഥലം എത്തിയപ്പോൾ എനിക്ക് പിന്നെ സത്യം എൻ്റെ ഒരു പക്ഷേ ഞാനത് അങ്ങനെ പറയല്ലോ ഒന്ന് വിഷ്വൽ എന്നെ ഞാനും കാണിച്ചിരുന്നെങ്കിൽ അത് അറിയാൻ പറ്റും എൻ്റെ മുഖത്ത്. എനിക്ക് അത്രയ്ക്ക് അങ്ങ് സങ്കടം വന്നുപോയി. കാരണം ഞാനങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഏതോ ലോകത്ത് പോയിട്ട് നമ്മളിങ്ങനെ അത്രയും ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ വിഷമം കൊണ്ടാട്ടോ അതിനകത്ത് അങ്ങനെ പറയണേ. അപ്പം നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം മോളെ കേട്ടോ. ശരി മോളെ. താങ്ക് യു സോ മച്ച് റഹ്നത്ത ആൻഡ് താങ്ക് യു ഓൾ ജഡ്ജസ്. പുണ്യ കണ്ടോ നമ്മുടെ ജഡ്ജസൊക്കെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അവർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. ഇനി വിഷമിക്കേണ്ട. അതുമാത്രമല്ല മോൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്നൊരു നിമിഷമാണ് നമ്മുടെ ഈ അക്കരെ റൗണ്ട് തീരുമ്പോൾ മോളുടെ പെർഫോമൻസോടു കൂടിയാണ് അവസാനിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവാസികളുടെയും മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുകയായിരിക്കും മോള് പാടിയ ഗാനം. സോ ചോദിക്കാം നമുക്കിനി മാർക്സ്. റഹ്നത്ത 40-ൽ എത്ര മാർക്കാണ് നമ്മുടെ പുണ്യക്കുട്ടിക്ക്? 38 മോളെ. 38 out of 40. ഫിറോസിക്ക ചെറിയൊരു സ്ക്രാച്ച് ശബ്ദത്തിന് വന്നിട്ട് നിങ്ങളെന്താ ഫുൾ മാർക്ക് കൊടുത്തത് എന്നൊരു ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ മോൾക്ക് സത്യത്തിൽ ഞാൻ കണ്ടുവച്ച മാർക്ക് 39.5 ആയിരുന്നു. അത് ഒരു മാർക്ക് കുറച്ച് 38.5. താങ്ക് യു ഫിറോസിക്ക. ആൻഡ് സജ്ല ഔട്ട് ഓഫ് 20. ആ ഒരു മിസ്റ്റേക്കിന് ഞാൻ ഒരു മാർക്കേ കുറക്കുള്ളൂ. 19 out of 20. അങ്ങനെ മോളുടെ ടോട്ടൽ സ്കോർ 95.5 out of 100. സന്തോഷമായില്ലേ? അപ്പോൾ ബൈ. നമുക്ക് വീണ്ടും കാണാം അടുത്ത റൗണ്ടിൽ ആഫ്റ്റർ എലിമിനേഷൻ. ബൈ. ഏതായാലും ബ്രേക്കിന് മുമ്പ് അല്ലെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ 4ാം ഘട്ടത്തിലെ 2 റൗണ്ടുകളും അക്കരെ എന്ന റൗണ്ടും അതുപോലെ തന്നെ താരോത്സവം റൗണ്ടും കഴിഞ്ഞ 2 പെർഫോമൻസോട് കൂടി അവസാനിച്ചിരിക്കുകയാണ്. സോ ആസ് യൂഷ്വൽ ഏതൊരു സ്റ്റേജ് കഴിയുമ്പോഴും ഏതൊരു റൗണ്ട് കഴിയുമ്പോഴും നമുക്ക് എലിമിനേഷൻ ഉണ്ടാവാറുണ്ട് ആസ് ദ പാർട്ട് ഓഫ് ഇഷ്യൂ. അപ്പോൾ നമ്മുടെ കുട്ടികളെ ആരെയും വിഷമിപ്പിക്കാതെ വളരെ ക്യാപ്സ്യൂൾ രീതിയിലാണ് നമ്മൾ എലിമിനേഷൻ നടത്തുന്നത്. ആൻഡ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇത്തവണ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് ക്രൈറ്റീരിയയിലാണ് എലിമിനേഷൻ നടത്തുന്നത് എന്നുള്ളത് നമുക്ക് നമ്മുടെ ജഡ്ജസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അതിനു മുമ്പ് അക്കരെ എന്ന റൗണ്ട് കഴിഞ്ഞപ്പോഴും താരോത്സവം റൗണ്ട് കഴിഞ്ഞപ്പോഴും ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഈ 4th സ്റ്റേജിലെത്തിയപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടണമാലിലെ കുട്ടികൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, എങ്ങനെയൊക്കെ അവർ പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്ക് ചോദിക്കാം നമ്മുടെ ജഡ്ജസിനോട്. ഫിറോസിക്ക, എങ്ങനെയുണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ്? ഇത്തവണ നമ്മുടെ കുട്ടികൾക്ക് അക്കരെ ഇക്കരെ പ്രവാസികളുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും അവിടുത്തെ കാര്യങ്ങളും വിവരിക്കുന്ന റൗണ്ടും താരോത്സവം മലയാള ചലച്ചിത്ര ശാഖയിൽ മുസ്ലിം ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രശസ്തരായ നടീനടന്മാർ നായികനായകന്മാരായി വന്ന ആ ഒരു കൺസെപ്റ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പാട്ടുകളുമായിരുന്നല്ലോ നമ്മൾ കുട്ടികൾക്ക് എടുത്തു കൊടുത്തത്. ഈ പ്രകടനത്തിൽ കുട്ടികൾ അവരുടെ പാട്ടുകൾ ഇവിടെ ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ടുകളിൽ ഉമ്മ റൗണ്ടും അതിനേക്കാളൊക്കെ എത്രയോ ഉയർന്ന രീതിയിൽ അവർ പാടിക്കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. രത്നമുഖം കത്തിടും മയിലാളെ മുഞ്ചൊളിവിൽ തഞ്ചമേറും കഞ്ചകപ്പൂമോളെ എന്നോട് പറ ഐ ലവ് യു. താളം മേളം ഒരു ഷഹനായി
മുഖപ്പത്തി പെണ്ണിനും ചെറുക്കനും കല്യാണം. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല എഫേർട്ട് എടുത്താൽ, നല്ല പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും, നല്ല റിസൾട്ട് ഉണ്ടാവുമെന്ന് അവർക്ക് തന്നെ ഇതിൽ മനസ്സിലായിട്ടുണ്ട്. കാരണം നന്നായിട്ട് മനസ്സിലാക്കി നന്നായിട്ട് പോസിറ്റീവായിട്ട് എടുക്കുന്ന നല്ല കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. എല്ലാവരും നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പം വീണ്ടും അവർക്കെല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് പറയാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അടുത്ത റൗണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് തന്നെ നിങ്ങൾ ബെറ്ററായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ. ഒരു ഉമ്മ തരൂ, ഒരു ഉമ്മ തരൂ. എന്നാ വേണ്ട, ഞാൻ തരില്ല. ചെറിയ റൗണ്ടാണെങ്കിലും അതിൻ്റേതായ ഫീലോട് കൂടിയിട്ട് എല്ലാ കുട്ടികളും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ താരോത്സവ റൗണ്ടിൽ അതിൻ്റേതായ സ്റ്റൈൽ തന്നെ എല്ലാ കുട്ടികളും കൊടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ശരിക്കും കഴിഞ്ഞ എലിമിനേഷൻ റൗണ്ടിൽ ഇവിടെ വന്ന് നിന്ന കുട്ടികളിൽ കണ്ട മാറ്റങ്ങൾ, അപ്പം എനിക്ക് തോന്നുന്നത് അത്രക്കും അവർ ഓരോ എലിമിനേഷൻ റൗണ്ടാണെങ്കിലും അതുപോലെ ഓരോ റൗണ്ട്സ് കഴിയുമ്പോഴും അത്രക്കും സീരിയസ് ആയിട്ട് എടുത്തിട്ട് എല്ലാ കുട്ടികളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ്. പേരുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. ഞാൻ വിചാരിക്കാത്ത കുറേ കുട്ടികൾ നന്നായി ഇമ്പ്രൂവ് ചെയ്ത് ഈ സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. നീയാണ് ഈ അലവലാതി ഷാജി അല്ലേ? കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂം പെണ്ണൊരുത്തി ദൂരെ ഒരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരിപ്പാണ്. താങ്ക് യു സജില. അപ്പോൾ ഇനി നമ്മൾ എലിമിനേഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് നമ്മുടെ അക്കരെ ഇക്കരെ എന്ന റൗണ്ട് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ താരോത്സവം റൗണ്ടും, അതായത് നമ്മുടെ 4ാം ഘട്ടത്തിലെ ഈ 2 റൗണ്ടുകൾ അവസാനിച്ചപ്പോൾ ടോപ്പ് സ്കോറേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ ആരാണെന്നുള്ളത് നമുക്കറിയണം. ഏതായാലും നമുക്ക് അവരെ വെൽക്കം ചെയ്യാം അല്ലേ? ഫസ്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് ആതിഷാണ് വിത്ത് 197 പോയിന്റ്സ്. മുരളി, എടാ തമ്പി മുരളി, ഓർമ്മയുണ്ടോ ഈ മഞ്ചേരി രാഘവനെ? പടച്ചവൻ പടച്ചപ്പോൾ മനുഷ്യരെ പടച്ചു, മനുജന്മാർ മണ്ണിതിൽ പണക്കാരെ പടച്ചു. സ്വപ്നം പലതും വിറ്റു പെറുക്കി സ്വർണം വിളയും മരുഭൂമിയിലെ ആതിഷ്, കൺഗ്രാറ്റുലേഷൻസ്. ആദിഷ് ശരിക്കും 4ാം ഘട്ടത്തിൽ ഇവിടെ വന്ന് നിന്നപ്പോൾ ഒരു ചാലഞ്ച് നമുക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 3rd സ്റ്റേജിലും ഞാൻ തന്നെ ഫസ്റ്റായി, ഇത്തവണയും 4th സ്റ്റേജിലും ഞാൻ തന്നെ ഫസ്റ്റ് ആവുന്നത്. അത് പാലിച്ചു അല്ലേ? പറയടോ, പാട്ട് പാടാൻ മാത്രമേ ആദിഷ നിൽക്കുള്ളൂ. ആദിഷ ഇപ്പം എന്താ തോന്നണേ? ഫസ്റ്റ് ആയപ്പോൾ 20 പേരിൽ വെച്ചിട്ട് 4th സ്റ്റേജിൽ ഫസ്റ്റ് ആയപ്പോൾ എന്താ പറയാനുള്ളത്? ആരുടെ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്? ഇത് എൻ്റെ ആദ്യത്തെ ഗുരുനാഥനായ എൻ്റെ അച്ഛനോടും പിന്നെ അന്ന് പഠിപ്പിച്ച വിജയമാഷോടും മോഹനമാഷോടും എൻ്റെ സ്കൂളിലെ എല്ലാ അധ്യാപകരോടും വളരെയധികം നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു ആദിഷ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. യെസ്, 4ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി സെക്കൻഡ് പൊസിഷനിൽ എത്തിയിട്ടുള്ളത് 2 പേരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മിഷാൽ ആൻഡ് അക്ഷയ് വിത്ത് 194.5. അപ്പൻ്റെ ശവശരീരം കഴുമരത്തിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഏറ്റു വാങ്ങിക്കുമ്പോൾ അന്നെൻ്റെ 10ാമത്തെ പിറന്നാളെ ലക്ഷ്മിക്കുട്ടി. രാവിനിന്നൊരു പെണ്ണിൻ്റെ നാണം തേൻകടലിൽ വെയ്ത്തിൻ്റെ ഈണം. കൺഗ്രാറ്റുലേഷൻസ് ടു മിഷാൽ ആൻഡ് അക്ഷയ്. അക്ഷയ്, പ്രതീക്ഷിച്ചിരുന്നോ ഇത്തവണ സെക്കൻഡ് പൊസിഷൻ എത്തുന്നുള്ളത്? ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല.
ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വന്ന് നിൽക്കുമ്പോൾ എന്താ തോന്നണേ? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാമൻ, എന്നെ പഠിപ്പിച്ച റസാഖ് സാറ്, എൻ്റെ നാട്ടുകാർ, അമ്മ, അച്ഛൻ, എല്ലാവരും ഒരുപാട് സപ്പോർട്ടാണ് എനിക്ക്. അതുപോലെ തന്നെ ഇനി ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് മിഷാൽ 4th സ്റ്റേജിലൂടെ വന്ന് നിന്നപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത്, ചേച്ചി ഇത്തവണ ഞാൻ ഔട്ടാവുമെന്നാണ് തോന്നുന്നത്, എനിക്ക് ഒരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ ഞാൻ 5th സ്റ്റേജിൽ എത്തുകയാണെങ്കിൽ ഞാൻ എന്തായാലും ട്രീറ്റ് ചെയ്യാന്നൊക്കെ പാടുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആ ആളാണ് ഇപ്പോൾ സെക്കൻഡ് പൊസിഷനിൽ വന്ന് നിൽക്കണേ. പൊൻവളയില്ലെങ്കിലും പൊന്നാടയില്ലെങ്കിലും പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം, എൻ്റെ പൊന്നിൻ കുടമെന്നും പൊന്നിൻ കുടം. എന്താ പറയാനുള്ളത് മിഷാലിന്? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്കിത് കിട്ടാൻ തന്നെ കാരണം എന്നെ പഠിപ്പിച്ച ബക്കർ മാഷാണ്, താമരയൂരിലെ ബക്കർ മാഷ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ പ്രവാസിപ്പാട്ട് എഴുതിയ ചൊവ്വലൂരുള്ള ബക്കർ മാഷ്, പിന്നെ ഗ്രൂമിങ് സെക്ഷനായ അഷ്റഫ് ക, ബഷീർ ക, ജഡ്ജസ്, ഓർക്കസ്ട്ര മെമ്പേഴ്സ്, പിന്നെ എൻ്റെ പേരൻസ്, എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ പ്രേക്ഷകർ, ഓഡിയൻസ് എല്ലാവരോടും നല്ല താങ്ക്സ്. താങ്ക് യു സോ മച്ച് ബോത്ത് ഓഫ് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. അപ്പോൾ അക്ഷയ്, അതുപോലെ മിഷാൽ ആൻഡ് ആതിഷ്, എല്ലാവരോടും പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾ സിമ്പിളായിരിക്കുക. വീണ്ടും അടുത്ത ഘട്ടം വരുമ്പോൾ നിങ്ങൾ തന്നെ ഈ പൊസിഷനിൽ നിൽക്കട്ടെ കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്യാൻ നല്ല പോലെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് യു ആൻഡ് കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു 4ാം ഘട്ടം കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് ഫസ്റ്റ് പൊസിഷനിലെത്തിയത്, സെക്കൻഡ് പൊസിഷനിലെത്തിയെന്നുള്ളത്. ഇനി ആ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് കിടക്കേണ്ടിയിരിക്കുന്നു അല്ലേ. ആരാണ് 4ാം ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ നോറ കുട്ടി പട്ടുമാലിൽ നിന്ന് വിട പറയുന്നതെന്നുള്ളത് നമുക്കറിയണം. ഫിറോസൊക്കെ എങ്ങനെയാണ് ഇത്തവണത്തെ എലിമിനേഷൻ, എന്ത് ബേസിസിലാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്യണേ? എലിമിനേഷൻ എന്നൊരു പ്രോസസ്സ് നമുക്ക് നിർബന്ധമായതുകൊണ്ട് ഓരോ തവണയും അതാണ് പറയുന്നത്. ആ വാക്ക് ഇനി നമ്മൾ അതിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു എന്ന് ലക്ഷ്മി ഇവിടെ പറയുമ്പോഴാണ് ഞങ്ങളുടെ ഒക്കെ മുഖം അപ്പം ഞങ്ങൾ വേറൊരു അവസ്ഥയിലേക്ക് പോവാണ്, മാനസികാവസ്ഥയിലേക്ക്. പിന്നെ ഒന്നും പറയാൻ വാക്കുകൾ വരുന്നില്ല. ഞങ്ങളുടെ ഒക്കെ മുഖം ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നത് ആ സമയത്താണ്. അപ്പോൾ ഏറ്റവും കുറച്ച് കുട്ടികളെ മാത്രം ഇതിൽ നിന്ന് ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞയക്കുക എന്നൊരു രീതിയിലാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് 2 പേരെയെങ്കിലും നമ്മൾ പറഞ്ഞയക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി. അപ്പോൾ ഏറ്റവും മാർക്ക് കുറവുള്ള 2 പേരാണ് 4ാം ഘട്ടം കഴിഞ്ഞപ്പോൾ. ആദ്യമായിട്ട് ശിവശ്രീ വിത്ത് 175.5 ആൻഡ് മാലിക് വിത്ത് 182.5. അവരെ 2 പേരെയും നമുക്ക് വേദിയിലേക്ക് വിളിക്കാം. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം മാലിക് നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ആൻഡ് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആണ്. കുറച്ച് കുറുമ്പനാണ്, പക്ഷേ എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റ് ക്യാരക്ടറുമാണ് മാലിക്കിൻ്റെ. പക്ഷെ എന്താ ചെയ്യാല്ലേ, മാലിക്ക് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. അതുപോലെ ശിവശ്രീ കുട്ടി, മുഴുവൻ എന്താ പറയാനുള്ളത്? എനിക്ക് ഇതുവരെ എത്താൻ പറ്റിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. ഇതുവരേക്കും എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഇത്രയും സഹായിച്ചത് പാട്ടുപാടാൻ. മാലിക്, ശിവശ്രീ, എന്താ ഞാൻ പറയേണ്ടത്? ഞാൻ ഒരുപാട് വാക്കുകൾ നിങ്ങൾക്ക് കമൻ്റൊക്കെ ആയിട്ട് പറഞ്ഞു തന്ന ആളല്ലേ. അപ്പം ഞാൻ വാക്കുകൾക്ക് മുട്ടുന്നു, വല്ലാതെ മുട്ടുന്നു. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ എന്ത് വെച്ച് തുടങ്ങണം എന്നൊരു ഐഡിയ ഇല്ല. എനിക്ക് ഒന്നുകൊണ്ടും സങ്കടപ്പെടരുത് എന്ന് പറയാനേ എനിക്കാവൂ, ഞങ്ങൾക്കാവൂ. ഞാൻ ആരെയും മുഖത്ത് നോക്കുന്നില്ല. കാരണം ഞങ്ങളിവിടെ ഒരുപാട് മാലിക്കിനെ എന്താ പറയുക ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോനെ. അതൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു കുസൃതി കാണാനും ആ സമയത്ത് ശരിക്കും നല്ല രസം. എല്ലാവരുമായിട്ടും നമ്മളൊരു
ഓരോന്ന് കംപ്ലൈൻറ്റ് വന്ന് പറയണു, ഓരോരുത്തരെ വിളിക്കണു എന്ന് പറയണു, അതൊക്കെ എടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണു. അപ്പം ശരിക്കും മാലിക്കിൻ്റെ മുഖത്തു നിന്ന് നമുക്കൊരു കുസൃതി ഒരു കുരുത്തം കെട്ടൊരു കുട്ടി കാണിക്കുന്ന അങ്ങനത്തെ ഒരു ഇതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും അത് കാണുന്നുള്ളൂ. പക്ഷേ നമ്മൾ പറയില്ലേ, ഒരു ഓൾറൗണ്ടർ എന്നൊക്കെ പറയണ പോലത്തെ ഒരാളായിരുന്നു മാലിക്. കാരണം എല്ലാവരും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒപ്പം നിന്ന് അതൊക്കെ ഒരു രസമായിരുന്നു ശരിക്ക്. മാലിക്കിനോട് എനിക്ക് പറയാനുള്ളത്, മാലിക്ക് ഇവിടുന്ന് പോയാലും അടുത്ത ഷൂട്ടിലും മാലിക്ക് ഇവിടെ വരണം. വരുമോ? വരും, പ്രോമിസ് ചെയ്യും. നമ്മളുടെ കുട്ടികളുടെ കൂടെ ഇവിടെ ഇരിക്കാനും അവരെ ഗ്രീൻ റൂമിൽ നിന്ന് കളിയാക്കാനും കുട്ടികളെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വരില്ലേ? വരും. രണ്ടാളും നന്നായി പാടുന്ന കുട്ടികൾ തന്നെയാണ് രണ്ടാൾക്കും. പക്ഷെ എന്തൊക്കെയാണ് തെറ്റ് വന്നതെന്നും മനസ്സിലായിട്ടുണ്ട് അല്ലേ മോളെ? മനസ്സിലായിട്ടുണ്ട്. അതാണ് ഇവർ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് തന്നെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. എനിക്ക് കൂടുതലൊന്നും രണ്ടാളോട് പറയാനില്ല. എല്ലാം നന്നായിട്ട് ഉൾക്കൊണ്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇനിയും പ്രാക്ടീസ് ചെയ്തിട്ട് ഇനിയും റിയാലിറ്റി ഷോസൊക്കെ വരും, എല്ലാത്തിലും പങ്കെടുക്കണം. ഓക്കെ, ബി പോസിറ്റീവ്. താങ്ക് യു സജ്ല ആൻഡ് താങ്ക് യു ഓൾ ഓഫ് യു. ഇനി നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് ഇവർക്ക് നൽകാനായിട്ട് നമ്മുടെ മെയിൻ സ്പോൺസറായ നോറയിൽ നിന്നും അവരുടെ കോർഡിനേറ്റേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു ചെറിയ ഗിഫ്റ്റ് നൽകാനായിട്ട് നമുക്ക് അവരെ വേദിയിലേക്ക് ക്ഷണിക്കാം. സോ ലെറ്റ്സ് വെൽക്കം അഫ്നാൻ കെ ആൻഡ് നിഹാൽ പി കെ. ആദ്യമായിട്ട് മാലിക്കിനും ശിവശ്രീക്കും നമ്മുടെ കൈരളി ടി വിയുടെ കുട്ടി പട്ടർമാളുടെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ മൊമെൻറ്റവും നൽകാനായിട്ട് നമ്മുടെ ജഡ്ജസിനോട് റിക്വസ്റ്റ് ചെയ്യാണ്. നോറയുടെ ഉപഹാരം നൽകുന്നതിനായി നോറയുടെ കോർഡിനേറ്റേഴ്സിനെ വെൽക്കം ചെയ്യാണ്. പ്ലീസ്. എനിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ, ഈ കുട്ടി പട്ടർമാലിൽ ഞാൻ വരാൻ കാരണം തന്നെ എൻ്റെ ഉമ്മയുപ്പയാണ്. പിന്നെ ഞാൻ ഈ ഷൂട്ടിന് തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് ഒരു 5 ദിവസം മുന്നെയാണ് പാട്ടടിക്കാൻ പോയത്. അപ്പോൾ ആ സാറ് ഞാൻ നന്ദി പറയുന്നു. പിന്നെ എല്ലാ ഫ്രണ്ട്സും പറയും എൻ്റെ പേര് നീ TV പറയണം. പറയൂ മാലിക്, പറയൂ. എല്ലാവരുടെ പേരും പറയാൻ എനിക്ക് വയ്യ. മാലിക്കിനായിട്ടൊരു വലിയ കൈഡി കൊടുക്കാം നമുക്ക്, നമ്മുടെ കുട്ടേട്ടനായിട്ട്. മാലിക്ക, അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള പ്രോമിസ് അടുത്ത ഷെഡ്യൂളിൽ വീണ്ടും ഇവിടെ ഉണ്ടാവില്ലേ മോളു? യെസ്, അതാണ്. പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. കാരണം വാക്കുകളുടെ ഇടവേളകളിലാണ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. ഏതായാലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ, അത്രേ പറയാനുള്ളൂ. കാരണം 4ാം ഘട്ടം കഴിഞ്ഞു, എലിമിനേഷൻ കഴിഞ്ഞു. നാളെ മുതൽ കുട്ടി പട്ടർമാലിൻ്റെ മറ്റൊരു എപ്പിസോഡ് നമുക്ക് ആരംഭിക്കണം. അപ്പോൾ 5ാം ഘട്ടവുമായി ഞങ്ങൾ വീണ്ടും എത്തും. സോ നൗ ഇറ്റ്സ് യുവർ ലക്ഷ്മി സെയിങ് ബൈ ഫ്രം നോറ, കുട്ടി 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 പട്ടർമാൽ. ശുഭരാത്രി.